നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊള്ളിച്ചതാണ്. അതിന് വേണ്ടി 2 ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊള്ളിക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തക്കാളിയാണ് എടുത്തിരുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് മസാലക്കൂട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊടിച്ചെടുക്കാം. തക്കാളി തൊണ്ട് കളഞ്ഞിട്ടാണ് കേട്ടോ ചെറുതാക്കി അരിയണത്. പൊടികളായി എടുത്തേക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്. ചിക്കൻ പീസ് നല്ലോണം വരഞ്ഞെടുക്കണം. നല്ല മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുള്ളൂ. പൊടികളിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അധികം വേണ്ട, കുറച്ച്. പൊടിച്ചു വെച്ചേക്കണ മസാലയും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലോണം മിക്സ് ചെയ്യാം. അരിഞ്ഞു വെച്ചേക്കണ സാധനങ്ങളും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് നല്ലോണം തിരുമ്മി പിടിപ്പിക്കാം. ചിക്കൻ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ആവി വന്നതിന് ശേഷമേ കുക്കർ അടക്കുകയുള്ളൂ. എന്നിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടായ വെള്ളം പാനിലേക്ക് ഒഴിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കാം. വറ്റിച്ചല്ല, കുറുകിയോണം എടുക്കാം. അതിലൊഴിക്കാനായിട്ട് കൊഴുപ്പോട് കൂടിയ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. നല്ലോണം മിക്സ് ആക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ചിക്കനെ തിരിച്ചിട്ടും കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിടാം. ചിക്കൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ചിക്കൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.